വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മുടെ ഓണം എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതി കഴിഞ്ഞു, വെക്കേഷനൊക്കെ കഴിഞ്ഞു, വീണ്ടും നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബേസിക് സയൻസിൽ ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലേ. പൂക്കാം കായ്ക്കാം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ആളുകളാണ് പൂക്കൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പൂക്കളുടെ പ്രാധാന്യം എന്താണ്, പൂക്കളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പൂവും അതിന്റെ ഫ്രൂട്ടും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ് ഈ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു പൂവിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതാ ഈ കാണുന്ന ചെമ്പരത്തി പൂവ് അല്ലെ, ഒരു ഹിബിസ്കസ് ഫ്ലവർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫ്ലവർ നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് ഇതിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാവരും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് യെസ് ദാ ഈ മനോഹരമായിട്ടുള്ള ഇതളുകളെ പറ്റിയാണ് അല്ലെ, നമ്മൾ പെറ്റൽസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സയൻസിൽ ബേസിക് സയൻസിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെ കാര്യമായിട്ട് തന്നെ ഇതിനെയും അതുപോലെ തന്നെയുള്ള മറ്റു ഭാഗങ്ങളെയും നമുക്ക് പഠിക്കേണ്ടതുണ്ട്, അതിന്റെ ഫങ്ഷൻസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഒരു ചെമ്പരത്തിപ്പൂ എടുത്തിട്ട് നമ്മൾ അതിനെ നെടുകെ ഒന്ന് മുറിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങളും നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതളുകൾ അല്ലെ, ഈ പെറ്റൽസ് എല്ലാം ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് കൊറോള എന്നാണ്. കൊറോള. അപ്പൊ കൊറോള എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ദളങ്ങളാണ് അല്ലെ. ദളങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുകയാണ്? ദളപുടം എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ വിളിക്കുന്നത്. അപ്പൊ കൊറോള അല്ലെങ്കിൽ ദളപുടം നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെയാണത് പെറ്റൽസ് കൂടി ചേർന്നിട്ട് ദളങ്ങൾ കൂടി ചേർന്നിട്ട് രൂപപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. ഇനി അടുത്തൊരു ഭാഗത്തിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു പൂവ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ ചുമ്മാ ആകാശത്ത് നിൽക്കുവല്ല അല്ലെ, അതിന്റെ പ്ലാന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ലേ? കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദാ ഈ കാണുന്ന പെഡിസൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ പെഡിസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തില് പൂഞ്ഞെട്ട് എന്നാണ് പറയാ. നമ്മള് ഞെട്ടല്ലേ, ഞെട്ട് പൊട്ടിച്ചിട്ടാണ് ശരിക്കും നമ്മളൊരു പൂവൊക്കെ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒടിച്ചെടുക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? പൂഞ്ഞെട്ട് അല്ലെ. മിസ് ഇവിടെ എഴുതുന്നുണ്ട്, പൂഞ്ഞെട്ട് എന്ന് നമുക്കിതിനെ വിളിക്കാൻ വേണ്ടി സാധിക്കും. ഇനി മറ്റൊരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് കാലിക്സ് എന്ന് പറയുന്നത്. അപ്പൊ മക്കൾ ആലോചിക്കും എന്താണ് ഈ കാലിക്സ്? കാലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തില് വിതളപുടം എന്നാണ് അർത്ഥം കേട്ടോ. വിതളപുടം എന്നാണ് നമ്മൾ മലയാളത്തില് കാലിക്സിനെ വിളിക്കുന്നത്. അപ്പൊ കാലിക്സിന്റെ ഫംഗ്ഷൻ എന്താണ്? കാലിക്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പൂവ് മൊട്ടായിരിക്കുന്ന സമയത്ത് അതിനെ കവർ ചെയ്ത് കിടക്കുന്ന അല്ലെ ഗ്രീൻ കളറിലുള്ള ഭാഗം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? അതിനെയാണ് നമ്മൾ കാലിക്സ് അഥവാ വിതളപുടം എന്ന് പറയുന്നത്. അപ്പൊ പൂ വിരിയുന്നതിനനുസരിച്ച് ഇതും എന്ത് ചെയ്യുന്നുണ്ട്? വിടരുന്നുണ്ട് അല്ലെ. അപ്പൊ പൂമൊട്ടിനെ സംരക്ഷിക്കുക, ഒരു ബഡായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? നമ്മുടെ കാലിക്സ് ആണ്, നമ്മുടെ വിതളപുടമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ദാ ഈ കാണുന്ന നമ്മുടെ തലാമസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് മിസ് വിശ്വസിക്കുകയാണ്. ദാ ഈ അടിഭാഗത്ത് കാണുന്ന പെഡിസലിന്റെയും കാലിക്സിന്റെയും ഒക്കെ ഇടയിൽ താഴെയായിട്ടല്ലേ പുഷ്പാസനം എന്നാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. അപ്പൊ പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ സിംഹാസനം എന്നൊക്കെ പറയാറില്ലേടാ, രാജസിംഹാസനം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതുപോലെ പൂവിനും അതിന്റെ മറ്റു ഭാഗങ്ങൾക്കും എല്ലാം കൂടെ ഇരിപ്പിടം നൽകുന്നത്, അതായത് അതിന് വേണ്ട സീറ്റാണ് അല്ലെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ദാ ഈ പറയുന്ന നമ്മുടെ തലാമസ് ആണ് അഥവാ പുഷ്പാസനമാണ്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു അല്ലെ. അടുത്ത രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്, ഒന്ന് നമ്മുടെ ആൻഡ്രീഷ്യം, മറ്റൊന്ന് നമ്മുടെ ഗൈനീഷ്യം ആണ്. അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് നോക്കാം അല്ലെ. അപ്പൊ നമ്മുടെ ചെമ്പരത്തി പൂവൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ സെന്ററിലായിട്ട് ഒരു ഭാഗത്തിനെ കാണാറുണ്ട് അല്ലെ, നേരെ നടുവിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ. ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗൈനീഷ്യം എന്ന് നമ്മൾ വിളിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ അതിനെ ജന്നിപുടം എന്ന് പറയും. ഈ ജന്നിപുടമാണ് ഈ പൂവിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പ്രത്യുൽപാദന അവയവമാണ് ശരിക്കും സസ്യങ്ങളിലുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെയുള്ള ഫീമെയിൽ
പാർട്ടാണ് എന്താ ജനിപുടം അഥവാ ഗൈനീഷ്യം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇതിന് കാവൽക്കാരായിട്ട് നിങ്ങൾ കാണുന്ന തൊട്ടടുത്തായിട്ട് നിങ്ങൾ കാണുന്ന കുറെ ആൾക്കാരെ കണ്ടില്ലേ? ഈ ആൾക്കാരെ ഒക്കെ നമ്മൾ എന്താ വിളിക്കുന്നേ? ആൻഡ്രീഷ്യം എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഈ ആൻഡ്രീഷ്യത്തിനെയാണ് നമ്മൾ മലയാളത്തില് കേസരപുടം എന്ന് പറയുന്നത്. കേസരപുടം. അപ്പൊ ഈ കേസരപുടത്തിന്റെ പ്രത്യേകത എന്താ? ഈ കേസരപുടമാണ് നമ്മളുടെ ഫ്ലവേഴ്സിലുള്ള മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തു വയ്ക്കുക, കേസരപുടവും ജനിപുടവും അല്ലെ. അതേപോലെ നമ്മൾ പറഞ്ഞ ദളപുടം ഉണ്ട്, വിതളപുടം ഉണ്ട്, പുഷ്പാസനം ഉണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് കണക്ട് ചെയ്യുന്നത് എന്താണ്? പൂഞ്ഞെട്ടാണ്, പെഡിസലാണ്. അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ടേബിൾ എന്ന് പറയുന്നത് മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിസ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പൂവിന്റെ പാർട്ട് നിങ്ങൾ പഠിക്കുക, അടയാളപ്പെടുത്താൻ തന്നെ പഠിക്കുക, ലേബൽ ചെയ്യാൻ തന്നെ പഠിക്കുക, കൂട്ടത്തിൽ അതിന്റെ ഫംഗ്ഷനും ഓർത്തു വയ്ക്കുക. ഇപ്പൊ ധർമ്മം പഠിക്കുന്ന സമയത്ത് ഒരിക്കലും ബൈഹാർട്ട് ചെയ്യരുത്. ഇപ്പൊ നമ്മൾ പഠിച്ചു പോയില്ലേ, അതുപോലെ ഓരോ ഭാഗങ്ങളായിട്ട് ഓർത്തു വെക്കാനേ പാടുള്ളൂ. ഇപ്പൊ പൂഞ്ഞെട്ട്, പെഡിസൽ നമ്മൾ പറഞ്ഞു അറ്റാച്ച് ചെയ്യാണ് അല്ലെ, ഫ്ലവറും പ്ലാന്റും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ്. പുഷ്പാസനം എന്ന് പറയുന്നത് പൂവിന്റെ ഭാഗങ്ങൾക്കെല്ലാം അല്ലെ, പൂവിന്റെ എല്ലാ പാട്ടിനും ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടമാണ് അല്ലെ, ഒരു സീറ്റാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. വിതളപുടം നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ബഡ് ആയിരിക്കുന്ന സമയത്ത് അതിനെ കവർ ചെയ്ത് സൂക്ഷിക്കുന്നത്, സംരക്ഷിക്കുന്നത് ആരാണ്? നമ്മുടെ കാലിക്സ് ആണ്. ദളപുടം, കൊറോള എന്താണ്? പെറ്റൽസ്, ദളങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ് അല്ലെ. പൂവിന്റെ അട്രാക്ട് അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഒരു അട്രാക്ഷൻ അതിന് നൽകുന്നത്, ആകർഷണം നൽകുന്നതൊക്കെ ഈ പറയുന്ന കൊറോളയാണ്. കേസരപുടവും ജനിപുടവും അല്ലെ, ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും. അപ്പൊ ആൻഡ്രീഷ്യം എന്താണ്? ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് എന്ന് ഓർക്കുക. യെസ്, പൂവിന്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗൈനീഷ്യം, ജനിപുടം എന്ന് പറയുന്നത് എന്താണ്? പെൺ പ്രത്യുൽപാദന ഭാഗമാണ് അല്ലെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണിത്. അപ്പോൾ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നമ്മുടെ വജ്ര ബാച്ചിൽ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ മക്കളെ. അടിപൊളിയായിട്ട് നമുക്ക് ഈ ചാപ്റ്ററും ഇത് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും എന്ത് ചെയ്യണം, പഠിച്ചെടുക്കേണ്ടതുണ്ട്. സോ നിങ്ങൾക്ക് നമ്മുടെ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ അഡ്മിഷൻ എടുക്കുക. അപ്പൊ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.